ലീഗ് വലിയ തോതിലുള്ള തെറ്റായ പ്രചരണങ്ങൾക്കാണ്, കള്ളപ്രചരണങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത്. അടുത്ത നാളിലുണ്ടായ ഒരു കാര്യം ലീഗ് നേതാക്കന്മാരെല്ലാമുള്ള അസംബ്ലി വേദിയിൽ ഞാൻ ഉദ്ധരിക്കുകയുണ്ടായി. അത് മഞ്ചേരിയിലെ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് കൊണ്ടോട്ടിയിലെ വീട്ടിലേക്ക് പോകുന്ന ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അവരെ ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് കയറാൻ നോക്കുമ്പോൾ ബസ്സിലെ കണ്ടക്ടർ കോഴിക്കോടേക്കുള്ളവരെ ആദ്യം കയറ്റു. അപ്പോൾ അടുത്തിരിക്കുന്ന ഒരു സ്ത്രീ, അവിടെ നിൽക്കുന്ന സ്ത്രീ കുറച്ചൊരു പൊതുകാര്യ പ്രസക്തിയാണ്, അവരതിൽ ഇടപെട്ടു. ഇത് ശരിയല്ല, അവർ ആശുപത്രിയിൽ നിന്നൊക്കെ വരുന്നതാണ്, നിങ്ങളവരെ കയറ്റണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ കയറ്റാൻ തയ്യാറായി. ഇവരും ആ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്, രണ്ടാളും ഒരു സീറ്റിലാണ് ഇരുന്നത്. അപ്പോൾ ചോദിച്ചു, എന്താ എവിടെയായിരുന്നു? ആശുപത്രി പോയതാണ്, ഓപ്പറേഷൻ കഴിഞ്ഞു. എങ്ങനെയുണ്ട് ആശുപത്രി? നല്ല ചികിത്സയാണ്, നല്ല കാര്യങ്ങളൊക്കെയാണ്. ഭക്ഷണമൊക്കെ, ആ ഭക്ഷണം ചില ദിവസം ഇറച്ചിയൊക്കെ ഉണ്ട്, നല്ല ഭക്ഷണമാണ്. അവർ നല്ല വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ അവർക്ക് പെൻഷനുണ്ട്. പെൻഷൻ നേരത്തെ 1600 രൂപയായിരുന്നു, ഇപ്പോൾ 2000 രൂപയുണ്ട്. അപ്പോൾ അതെങ്ങനെയാ വർദ്ധിച്ചതെന്നറിയോ? അതറിയില്ലേ എന്ന് പറഞ്ഞ് ഇവരൊരു ചിരി ചിരിച്ചു. ആര്? ഈ ഓപ്പറേഷൻ കഴിഞ്ഞ സ്ത്രീ, ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. അത് മുഖ്യമന്ത്രി നമ്മളെ സൂചിപ്പിക്കാൻ തന്നതല്ലേ, അതിനുശേഷം നമ്മളെല്ലാം ഇവിടുന്ന് പറഞ്ഞയക്കുകയല്ലേ. അതിനല്ലേ മുഖ്യമന്ത്രി ഇപ്പോൾ SIR തുടങ്ങിയിട്ടുള്ളത്. ആ പാവപ്പെട്ട സ്ത്രീ പറയുകയാണ്. അപ്പം ഈ സ്ത്രീ ചോദിച്ചു, ഇതെവിടുന്നാണ് നിങ്ങൾക്ക് ഈ വിവരം കിട്ടിയത്? അത് എൻ്റെ വീട്ടിൽ വന്ന എന്നെ ആളുകൾ പറഞ്ഞാണ്. അപ്പോൾ അത് ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തുള്ള പ്രചരണമാണ്. നമുക്കറിയാലോ, നമ്മുടെ നാടിന്നൊരു പ്രത്യേക സാഹചര്യം നേരിടുന്ന ദിവസമാണ്. ഈ LDFൻ്റെ ഇത്തരമൊരു പരിപാടി ജനങ്ങളുടെ മുന്നിൽ കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ, കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് LDF പ്ലാൻ ചെയ്തത്. ഇവിടെ പറഞ്ഞതുപോലെ 3 ജാഥകളാണ് LDF തീരുമാനിച്ചത്. ഇവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ജാഥ കണ്ണൂർ, കാസർഗോഡ് കഴിഞ്ഞ് കണ്ണൂർ, അങ്ങനെ പാലക്കാട് വരെ ഈ ജാഥ എത്തുക എന്നാണ് ഉദ്ദേശിച്ചത്. മറ്റൊരു ജാഥ ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, കൊല്ലം, തിരുവനന്തപുരം, ആ നിലയിൽ യാത്ര ചെയ്യുകയാണ് ചെയ്യുക. അത് വരുന്ന 3-ാം തീയതി തുടക്കം കുറിക്കും. 6-ാം തീയതി ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ജാഥ പത്തനംതിട്ടയിൽ നിന്ന് തുടങ്ങി കോട്ടയം, ഇടുക്കി, എറണാകുളം, അത്രയും ജില്ലകളിൽ സഞ്ചരിക്കും. ഇങ്ങനെ 14 ജില്ലകളിലും ജനങ്ങളോട് കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക എന്നതാണ് LDF ഉദ്ദേശിച്ചത്. അതിൽ കേരളം നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം, കേന്ദ്ര ഗവൺമെൻറ് ഒരു സംസ്ഥാനമെന്ന നിലക്ക് കേരളത്തോട് വലിയ അവഗണന കാണിക്കുന്നു. ഒരുതരം സാമ്പത്തിക ഉപരോധം നമ്മുടെ സംസ്ഥാനത്തിന് നേരെ കാണിക്കുന്നു. കേരളത്തിന് അർഹതപ്പെട്ടതെല്ലാം നിഷേധിക്കുന്നു. ഈ ഒരു ഭാഗം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നത് ഈ ജാഥയുടെ ഉദ്ദേശങ്ങളിൽ ഒന്നാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഞങ്ങൾ പറയാതെ തന്നെ എല്ലാവരും കേന്ദ്ര ബജറ്റിൽ നിന്ന് അവതരിപ്പിച്ചതോടെ കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് പൂർണ്ണ ബോധവാന്മാരായിരിക്കുന്നു എന്നുള്ളതാണ്. രാജ്യത്തുള്ള പ്രധാന സംസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ് കേരളം. പക്ഷേ ഇന്ന് ബജറ്റിൽ കേരളത്തെക്കുറിച്ച് ഒന്നും പറയാൻ ധനമന്ത്രിക്ക് ഉണ്ടായില്ല. പക്ഷേ ബജറ്റിന് മുൻപ്, അതിൻ്റെ തലേ ദിവസം പാർലമെൻറ്റ് അംഗങ്ങൾക്കെല്ലാം കൊടുക്കുന്ന ഒരു എക്കണോമിക് സർവേ റിപ്പോർട്ടുണ്ട്. അതും ധനവകുപ്പിൻ്റെ തന്നെയാണ്. അതിൽ കേരളത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതെല്ലാം രാജ്യത്തിൻ്റെ പൊതുസ്ഥിതിയിൽ നിന്ന് കേരളം എങ്ങനെ വേറിട്ട് നിൽക്കുന്നു, എത്ര കണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ രാജ്യത്തിൻ്റെ കണ്ണിൽ കേരളം എന്ന സംസ്ഥാനം വലിയ മികവ് നേടിയിരിക്കുന്നു. ഓരോ രംഗത്തെക്കുറിച്ചും ആ സർവേ റിപ്പോർട്ടിൽ കൃത്യമായി പറയാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായി. പക്ഷെ അവിടെ തീർന്നു. ഇപ്പോൾ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളൊന്നും പരാമർശിച്ചതേയില്ല. കടലാമയെ സംരക്ഷിക്കാനുള്ള ഒരു ഭാഗം നല്ല നിലക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടെയാണ് കടലാമയുടെ ഏറ്റവും നല്ല ആവാസ കേന്ദ്രം. അത് സംരക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷെ അതാണ് പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് മാത്രം. ഇവിടുന്ന് തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ ഏകദേശം പഴയ പിടിക്കേണ്ടി വരുന്നവരാണ് നമ്മളെല്ലാം. ആ കാര്യത്തിൽ വേണമെന്നത് കേരളം ആവശ്യപ്പെടുന്നതാണ്. അർദ്ധ അതിവേഗ റെയിലാണ് നമ്മൾ ചോദിച്ചിരുന്നത്. ഇപ്പോൾ BJP സർക്കാരിൻ്റെ വക്താവെന്ന രീതിയിൽ ഒരു ബഹുമാന്യ വ്യക്തി അതിവേഗ റെയിൽ സമ്മതിച്ചിരിക്കുന്നുവെന്ന് കേരളത്തോട് വിളിച്ചു പറയുന്ന സ്ഥിതിയുണ്ടായി.
അതിനെപ്പറ്റിയുള്ള പ്രതികരണം നേരത്തെ നടത്തിയതാണ്, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഏതായാലും എന്തോ വരാൻ പോകുന്നു എന്നൊരു തോന്നൽ ആളുകൾക്കെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിന് കേരളത്തോടുള്ള മനോഭാവത്തിൽ ഒരു മാറ്റവുമില്ല എന്ന് തന്നെയാണ് ഇന്ന് അവതരിപ്പിച്ച ബജറ്റ് വ്യക്തമാക്കുന്നത്. നമ്മുടെ തൊട്ടുകിടക്കുന്ന സംസ്ഥാനങ്ങൾ അവയെല്ലാം കേന്ദ്ര ഗവൺമെൻറ് പരിഗണിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെ, സംസ്ഥാനങ്ങളെ പരിഗണിക്കേണ്ടതാണല്ലോ. നമ്മളതിനൊന്നും എതിരല്ല. തമിഴ്നാടിനും കർണാടകയ്ക്കും ആന്ധ്രാപ്രദേശിനും എല്ലാം അതിവേഗ റെയിൽ ഈ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യമാണത്. പക്ഷേ എന്താണ് കേരളത്തിനുള്ള അയോഗ്യത? ആ അയോഗ്യതയെപ്പറ്റി നമ്മൾ തന്നെ സ്വയം ബോധവാന്മാരാകേണ്ടതുണ്ട്. ഇവിടെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ, ഞാൻ നേരത്തെ പേരെടുത്ത് പറഞ്ഞ സംസ്ഥാനങ്ങളിലേതുപോലുള്ള ഒരു വികാരം, പുതിയ പദ്ധതികൾ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ചില കക്ഷികൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ജനങ്ങൾ തീരുമാനിച്ചു, കഴിഞ്ഞ 10 വർഷമായി LDF അധികാരത്തിലിരിക്കുകയാണ്. അത് ഞങ്ങൾ അധികാരത്തിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ കയറി ഇരുന്നതല്ലാലോ. ജനങ്ങൾ തീരുമാനിച്ചു LDF ആണ് അധികാരത്തിലിരിക്കേണ്ടത്. സാധാരണ കേരളത്തിൽ നടക്കുന്നത് പോലെ നിലവിലുള്ള ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയെ മാറ്റി LDFനെ അധികാരത്തിൽ കയറ്റിയതാണ് എന്നാണ് ചിലരെല്ലാം കരുതിയത്. പക്ഷേ അത്തരമൊരു മാറ്റം മാത്രമായിരുന്നില്ല അത്. കാരണം നമ്മുടെ നാട് വല്ലാതെ തകർന്നു പോയ ഒരു കാലമായിരുന്നു 2016. ആ തകർച്ചയിൽ നിന്ന് ഇനി കരകയറാനാകുമോ എന്ന ശങ്ക പോലും പലർക്കും ഉണ്ടായി. അവിടുന്നാണ് LDF അധികാരത്തിലിരിക്കട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നത്. LDF അധികാരത്തിൽ വന്നതിന് ശേഷം സ്വീകരിച്ച നടപടികൾ ജനങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ചുള്ളതായി. കടുത്ത നിരാശയിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾ നല്ല പ്രത്യാശയുള്ളവരായി മാറി. ഇവിടെ ഒന്നും നടക്കില്ല എന്ന് കരുതിയ സ്ഥാനത്ത് ഇവിടെ പലതും നടക്കും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ജനങ്ങളെത്തി. അതിൻ്റെ തുടർച്ചയായാണ് 5 വർഷം പൂർത്തിയായപ്പോൾ 2021 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആകാവുന്ന എല്ലാ ശ്രമങ്ങളും UDF നടത്തിയിട്ടും ഏതെല്ലാം തരത്തിൽ ജനങ്ങളുടെ മനസ്സിനെ മാറ്റിമറിക്കാൻ കഴിയുമോ അതിനുള്ള എല്ലാ കുൽസിത നീക്കങ്ങളും നെറുകെട്ട വഴികളുമെല്ലാം സ്വീകരിച്ചിട്ടും ജനങ്ങളുടെ നിലപാടിലോ മനോഭാവത്തിലോ മാറ്റമുണ്ടായില്ല. നിലവിലുള്ളതിൽ നിന്നും LDFന്റെ സീറ്റുകൾ വർദ്ധിപ്പിച്ച് 99 സീറ്റുകളോടെ LDFനെ അധികാരത്തിലേറ്റുന്ന സമീപനമാണ് ജനങ്ങൾ സ്വീകരിച്ചത്. ഇതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം. പക്ഷേ 2021 മുതൽ അതിനു മുൻപുള്ളതും എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. ഈ കേരളത്തിൽ എല്ലാ പദ്ധതികളെയും എതിർക്കുന്ന സമീപനമാണ് നമ്മുടെ പ്രതിപക്ഷം സ്വീകരിച്ചു വന്നത്. അതിൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കഠിനമായ എതിർപ്പാണ് രേഖപ്പെടുത്തി പോയത്. എന്താണ് എതിർപ്പിന് അടിസ്ഥാനം? എന്തിനെയാണ് എതിർക്കുന്നത്? അതിനെക്കുറിച്ച് അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവരെ എതിർക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു പദ്ധതിയും വരാൻ പാടില്ല എന്നതായിരുന്നു നിലപാട്. എല്ലാ പദ്ധതികളെയും എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചു. അപ്പോൾ കേരളത്തോട് കാണിക്കുന്ന അവഗണന തുടരാൻ കേന്ദ്ര ഗവൺമെന്റിന് അവസരമായി. കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികളെ വാക്കിലോ നോക്കിലോ വിമർശിക്കാൻ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറായില്ല. പ്രതിപക്ഷത്തിന്റെ വാക്കുകളും നിലപാടുകളും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടിനെ പിന്താങ്ങുന്ന നിലയിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം. നമ്മൾ വല്ലാതെ ശ്വാസം മുട്ടുന്ന അവസ്ഥയായിരുന്നു. നമ്മുടെ നാടിനെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ. സാമ്പത്തിക ഉപരോധത്തിന്റെ നില, അർഹതപ്പെട്ടത് നിഷേധിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളിൽ പോലും പക്ഷപാതപരമായ നിലപാട് കാണിക്കുന്നു. നൂറ്റാണ്ടിലെ മഹാപ്രളയം, കോവിഡ് മഹാമാരി, മറ്റു ദുരന്തങ്ങൾ എല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു നാട് ഒരു ഘട്ടത്തിലും ആവശ്യമായ സഹായം കേന്ദ്ര ഗവൺമെന്റിന് ലഭിച്ചില്ല. ആ സമയം നമ്മെ സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന മറ്റു ചില രാജ്യങ്ങൾ അവരുടെ സഹായം സ്വീകരിക്കില്ല എന്നും കേന്ദ്ര ഗവൺമെന്റ് പറയുന്നതായി നാം കേട്ടു. വളരെ വിചിത്രമായ അനുഭവം. ആ ഘട്ടത്തിലെല്ലാം അവരുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകളെ പിന്താങ്ങുമാറ് കേരള ഗവൺമെന്റിനെയും കേരളത്തെയും വിമർശിക്കുന്ന നിലപാടാണ് കോൺഗ്രസും ലീഗും സ്വീകരിച്ചത്. ഇത് നാടിനെ
ലഭിക്കേണ്ട കാര്യങ്ങൾ ലഭിക്കാതിരിക്കുന്നതിന് കാരണമായി മാറി. ഇതൊരു അവസരമായി കേന്ദ്ര ഗവൺമെന്റ് കണ്ടു. കേരളത്തിന്റെ യാത്രാ സൗകര്യത്തിന് അതിവേഗ റെയിൽ വേണം എന്ന കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായമുണ്ടാകില്ല. ഇപ്പോ വന്ദേ ഭാരത് വന്നപ്പോ അതിൻ്റെതായ സൗകര്യം അനുഭവിക്കുമ്പോൾ ഇത് കൂടുതൽ ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആകെ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ കൂടുതൽ ഉണ്ടാകണമെങ്കിൽ അതിന് പ്രത്യേകമായ ലൈൻ വേണം. അതിലൂടെ മാത്രമേ നല്ല വേഗതയിലുള്ള ട്രെയിൻ ഓടിക്കാൻ പറ്റൂ. പക്ഷേ ആ ആശയം വന്നപ്പോൾ തന്നെ അതിനെ എതിർക്കുന്ന നിലപാടാണ് ഇവിടെ കോൺഗ്രസും ലീഗും സ്വീകരിച്ചത്. ശക്തമായ എതിർപ്പ് കേരളത്തിൽ തന്നെ ഉയർന്നു വന്നു. അപ്പോ കേരളത്തിന് അതിവേഗ റെയിൽ നൽകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം കേരളത്തിന്റെ ഒരു ഭാഗം നൽകാതിരിക്കുന്ന സമീപനത്തോടാണ് യോജിക്കുക എന്ന കണക്കൂട്ടലില് കേന്ദ്ര ഗവൺമെന്റ് എത്തുന്നു, BJP എത്തുന്നു. മറ്റു സംസ്ഥാനങ്ങളോ? മറ്റു സംസ്ഥാനങ്ങള് അവിടെയും ഭരണവും പ്രതിപക്ഷവും ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ നാടിന്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് അവർ ഒന്നിച്ചു നിൽക്കും, ഒന്നിച്ച് ശബ്ദമുയർത്തും, പാർലമെന്റിന് ശബ്ദമുയർത്തും. അക്കാര്യത്തിൽ നാടിന്റെ ആവശ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രശ്നമില്ല. ഇവിടെ നാടിന്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് ശബ്ദമുയർത്താൻ തയ്യാറല്ല എന്ന നിലയാണ് സ്വീകരിച്ചു പോകുന്നത്. അത് നമ്മുടെ അവകാശം നിഷേധിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന് കൂടുതൽ പ്രോത്സാഹനം ലഭിക്കുന്നതിനിടയാക്കി എന്ന് നാം കാണണം. അപ്പോൾ കേന്ദ്രത്തിന് നേതൃത്വം കൊടുക്കുന്ന BJPയും ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷികളായ കോൺഗ്രസും ലീഗും ഇവരെല്ലാം ഒരേ സമീപനമാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാടിന്റെ ആരോഗ്യരംഗം അത് എല്ലാവരും സമ്മതിക്കുന്നതാണ്, വളരെ മെച്ചപ്പെട്ടതാണ് എന്ന്. നമ്മുടെ രാജ്യത്തിന്റെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അത് ഇല്ലാത്തൊരു സംസ്ഥാനം കേരളമാണ്. കേരളത്തിന് എയിംസ് അനുവദിക്കണം എന്നത് നേരത്തെ മുതലുള്ള ആവശ്യമാണ്. 2016 അതിന് മുൻപ് തന്നെയുള്ള ആവശ്യമാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തത്വത്തിൽ അത് അംഗീകരിച്ചു. ഇപ്പോൾ കേരള ഗവൺമെന്റ് 4 സ്ഥലങ്ങൾ കേന്ദ്രത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. 2016 അതിനുശേഷം കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു, നിങ്ങൾ 4 സ്ഥലം പറഞ്ഞാൽ ശരിയാവില്ല, ഇതിലേത് സ്ഥലത്താണ് എയിംസ് വേണ്ടത് എന്ന് പറയണം, അവിടെ സ്ഥലമുണ്ടോ എന്ന് പറയണം. അങ്ങനെയാണ് കോഴിക്കോട് കിനാലൂരിൽ ആവശ്യമായ സ്ഥലം ഒരുക്കിക്കൊണ്ട് തന്നെ ഇതാ ഇവിടെ സ്ഥാപിക്കാം എന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ അതിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമല്ല. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി അടക്കമുള്ള എല്ലാവരുമായി സംസാരിച്ചതാണ്. ഏറ്റവും ഒടുവിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെയും കണ്ടു സംസാരിച്ചതാണ്. സംസാരിക്കുമ്പോൾ ഇവരാരും അത് കേരളത്തിന് അർഹതപ്പെട്ടതല്ല എന്ന് പറയുന്നില്ല. പക്ഷേ നടപടി വരുമ്പോൾ പഴയ നില തന്നെ, ഇല്ല എന്താണ് നില. ഇത്തവണ ഇനി അനുവദിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ച പലരും ഉണ്ട്. പക്ഷെ ഇത്തവണയും പഴയ അതേ നില തന്നെ. കേരളത്തിന് എയിംസ് ഇല്ല. ഇപ്പോൾ കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന നില തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഒരു പോർട്ട് പൂർത്തിയായിട്ടുണ്ട്, വിഴിഞ്ഞം പോർട്ട്. ആ വിഴിഞ്ഞം പോർട്ട് കേവലമായൊരു പോർട്ടല്ല, കേരളത്തിലെ വലിയ പോർട്ടുമല്ല, രാജ്യത്തെ വലിയ പോർട്ടാണ്. ലോകത്തിലെ അപൂർവം പോർട്ടുകളിൽ ഒന്നാണ്. അതാണ് ആ പോർട്ട് 1ാം ഘട്ടം പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം കാണിക്കുന്ന അഭൂതപൂർവമായ പുരോഗതി. ലോകത്തിൽ ചില വൻകിട കപ്പലുകളുണ്ട്, മദർഷിപ്പുകൾ എന്നറിയപ്പെടുന്ന ആ കപ്പലിന് ലോകത്തെ അപൂർവം പോർട്ടുകളിൽ മാത്രമേ അടുക്കാൻ കഴിയൂ. നമ്മുടെ വിഴിഞ്ഞത്ത് അവയ്ക്ക് സുഖമായിട്ട് വരികയും പോവുകയും ചെയ്തു. വലിയ പുരോഗതി രാജ്യത്തിന് നൽകുന്ന ഒരു പോർട്ട്, രാജ്യത്തിന്റെ ഏറ്റവും പ്രധാന പോർട്ടായി ലോകം അടയാളപ്പെടുത്താൻ പോകുന്ന പോർട്ട്. സാധാരണഗതിയിൽ ആ പോർട്ടിന്റെ തുറന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ചില മേഖലകളിൽ സഹായം വേണം. ഞാനതിൻ്റെ എല്ലാ വശങ്ങളൊന്നും ഇപ്പോൾ വിശദീകരിക്കാൻ പോകുന്നില്ല. ഒരു സഹായവും ഇല്ല, ഒരു സഹായത്തെ പറ്റിയും പരാമർശമില്ല. നമ്മുടെ സംസ്ഥാനത്തിന് കേന്ദ്രം അനുവദിക്കുന്ന തുക കഴിഞ്ഞ തവണ അനുവദിച്ചത് വളരെ കുറവാണ്, അർഹതപ്പെട്ടതല്ല എന്ന് കണക്കുകൾ സഹിതം നാം ബോധ്യപ്പെടുത്തിയതാണ്. ബോധ്യപ്പെടുന്നതിൽ കുറവൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ നടപടി മാത്രമില്ല. കഴിഞ്ഞ തവണത്തെ അതേ നില തന്നെയാണ് ഇത്തവണയും സ്വീകരിച്ചിരിക്കുന്നത്. ഇത്
ഒരുതരം പകപോക്കലാണ്. കേരളത്തോട് BJP കാണിക്കുന്ന പകപോക്കൽ. BJPക്ക് അറിയാം, BJPയെ സ്വീകരിക്കുന്ന ഒരു സമൂഹമല്ല കേരളത്തിലുള്ളത് എന്ന്. കേരളം BJP മുന്നോട്ട് വെക്കുന്ന സമീപനവും നിലപാടുകളും അംഗീകരിക്കുന്ന നാടല്ല. മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്തുന്ന നടപടികളുമായി വെറുപ്പും വിദ്വേഷവും നാട്ടിലാകെ രാജ്യത്താകെ പടർത്തുന്ന നടപടികളുമായി BJP മുന്നോട്ട് പോകുമ്പോൾ നേരെ വിപരീത ദിശയിലാണ് കേരളം സഞ്ചരിക്കുന്നത്. ഇത് മതനിരപേക്ഷതയുടെ വിളനിലമാണ്. ഇത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഭൂമിയാണ്. ഇതിനോട് BJPക്ക് സഹിഷ്ണുതയോടെ സമീപിക്കാനാകുന്നില്ല. എങ്ങനെയും ഈ നില തകർക്കണം എന്നവരാഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായുള്ള ഒട്ടേറെ നടപടികൾ സ്വീകരിക്കാൻ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായുള്ള ഭരണരംഗത്തെ നടപടിയായിട്ടാണ് ഇതിനെ നാം കാണേണ്ടത്. അപ്പോ നമ്മുടെ നാടിന് ഇത്തരം കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കാനാകുമോ? ഇത് LDFന്റെ പ്രശ്നമാണോ? ഇത് LDF ഗവൺമെന്റ് പ്രശ്നം മാത്രമാണോ? നമ്മുടെ നാട്ടിൽ ഏത് ഗവൺമെന്റ് അധികാരത്തിലിരുന്നാലും ആ ഗവൺമെന്റ് നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മുടെ നാടിന്റെ വികസനം LDF അധികാരത്തിലിരിക്കുമ്പോൾ ഒന്നും നടക്കാൻ പാടില്ല എന്ന നിലപാട് കോൺഗ്രസും ലീഗും സ്വീകരിക്കുമ്പോൾ ഇക്കഴിഞ്ഞ 10 വർഷം നമ്മള് 2016 അതേ ഘട്ടത്തിൽ നിന്നിരുന്നുവെങ്കിൽ നാടിന്റെ ഗതി എന്താകുമായിരുന്നെന്ന് ആലോചിച്ച് നോക്കൂ. ഞാനിപ്പോ മംഗലാപുരത്ത് ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നിങ്ങളെ റോഡിന്റെ ഒരു മഹിമ നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞല്ലോ. മംഗലാപുരത്ത് ഇങ്ങോട്ട് വരുമ്പോ കർണാടക അതിർത്തി വരെ മാത്രമല്ലേ നല്ല റോഡ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ അതിന്റെ അതേ തുടർച്ചയല്ലേ മഞ്ചേശ്വരത്തുനിന്ന് ഇവിടെ വരെ എത്തുമ്പോൾ കണ്ടത്. ഇത് ഇവിടെ വരെ നിൽക്കുകയല്ലോ, ഇവിടുന്ന് അങ്ങോട്ടും നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. ഈ മാസം നമ്മുടെ ഈ ദേശീയപാതയുടെ വലിയ ഭാഗങ്ങൾ ഉദ്ഘാടനം ചെയ്യും എന്നാണ് കേന്ദ്രമന്ത്രി തന്നെ സമ്മതിച്ചിട്ടുള്ളത്. അതിനവര് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോ ഇതെങ്ങനെയാണ് യാഥാർത്ഥ്യമായത്? 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിരുന്നില്ലെങ്കിൽ നമ്മൾ സങ്കല്പിക്കുക, UDF ആണ് 2016 അധികാരത്തിൽ തുറന്നത് എന്ന്. നടക്കുമോ? അപ്പോൾ നാടിനോടുള്ള പ്രതിബദ്ധത, അതാണ് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. ആ പ്രതിബദ്ധതയോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നീങ്ങുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആ നിലപാടാണ് LDF സർക്കാരിനും പ്രതിഫലിച്ചിട്ടുള്ളത്. ഇതല്ലേ വസ്തുത? അവര് കാണുന്നത് പോലെ ഈ വർഷങ്ങൾ ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനവും വേണ്ട എന്ന നിലയെടുത്തിരുന്നുവെങ്കിൽ ഇത് യാഥാർത്ഥ്യമാകുമോ? ഇത് മാത്രമാണോ? ഏതെല്ലാം കാര്യങ്ങൾ എന്തായിരുന്നു നമ്മുടെ നാടിന്റെ പൊതുസ്ഥിതി? നമ്മുടെ നാട്ടില് എല്ലാവരും, എല്ലാ കുടുംബങ്ങളും ഏറ്റവും ഗൗരവത്തോടെ കാണുന്ന കാര്യമാണല്ലോ കുട്ടികളുടെ വിദ്യാഭ്യാസം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഏറ്റവും കൂടുതൽ കുടുംബവും അച്ഛനമ്മമാരും ശ്രദ്ധിക്കുന്ന ഘട്ടം സ്കൂൾ വിദ്യാഭ്യാസമേയാണല്ലോ. എന്തായിരുന്നു നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ നില 2016 ആകുമ്പോഴേക്കും? എത്ര പരിതാപകരമായ നിലയായിരുന്നു. 1000-ൽ പരം സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ലീസിട്ടിരിക്കുകയായിരുന്നില്ലേ? അത് മുഴുവൻ അടഞ്ഞുപോയാൽ പിറ്റത്തെ വർഷം ബാക്കി കുറെ ആയിരങ്ങളും അടയല്ലോ. അങ്ങനെ രാജ്യത്ത് ചിലയിടങ്ങളില് പൊതുവിദ്യാലയങ്ങൾ കാണാൻ കഴിയില്ല. ആ അവസ്ഥയിലേക്ക് കേരളം എത്തുമായിരുന്നല്ലോ. 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ നടപ്പാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഒരു മിഷൻ പ്രവർത്തനം. അതിന്റെ ഭാഗമായി സ്കൂളുകൾ മെച്ചപ്പെടുത്തി, ക്ലാസ് റൂമുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകളായി, സ്കൂൾ ഹൈടെക്കായി. ഇതെല്ലാം കാണുകപ്രതിയുള്ള മാറ്റം. 5000 കോടി രൂപ അതിനുവേണ്ടി ചെലവഴിച്ചു. എന്നാൽ വേറൊരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കൂ. ആ കാലത്ത് പഠിച്ച ചിലര് ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവുമല്ലോ നമ്മുടെ സദസ്സില്. കാരണം 2016 മുൻപ് എന്ന് പറഞ്ഞാൽ ഒരു 8-10 വയസ്സ്, അല്ലെങ്കിൽ ഒരു 8ാം ക്ലാസ്സിലായാൽ തന്നെ 13-14 വയസ്സ്, ഇതൊക്കെയാണല്ലോ ഉണ്ടാകുക. അവരിപ്പോ 10 വയസ്സ് വർഷം കൂടിയല്ലോ. അവർക്ക് നല്ല യുവാവായി മാറിയല്ലോ. അവർക്ക് നല്ല ഓർമ്മയുണ്ടാവുമല്ലോ അവർ പഠിച്ച കാലം. അന്ന് പാഠപുസ്തകം കിട്ടിയോ? നോക്കണം എത്ര കടുത്ത ഘടികാര്യസ്ഥതയാണെന്ന്. എല്ലാവർക്കും അറിയാലോ
സ്കൂൾ ഏത് തീയതിയിൽ തുറക്കുമെന്ന്. ആ സ്കൂൾ തുറക്കുമ്പോഴേക്ക് പാഠപുസ്തകം കൊടുക്കാനാവണമെന്ന് അതുമായി ബന്ധപ്പെട്ട് അധികൃതർക്ക് ബോധ്യമുണ്ടാവണ്ടേ? അതിനാവശ്യമായ നടപടി സ്വീകരിക്കണ്ടേ? എന്താ കുറവതിന്? ഏതാണ് പാഠപുസ്തകം? പാഠങ്ങൾ നേരത്തെ തീരുമാനിക്കുന്നുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട പാഠപുസ്തകം അടിക്കാനുള്ള പ്രസ്സുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. കാര്യങ്ങൾ ക്രമമായി ചെയ്താൽ ഒരു പ്രയാസവുമില്ലാതെ പാഠപുസ്തകം ആളുകളുടെ കയ്യിൽ കിട്ടുമല്ലോ. അക്കാലത്ത് അധ്യാപകരായിരുന്ന ചിലർ നമ്മുടെ ഈ സദസ്സിലുണ്ടാവും. അവരുടെ പ്രതിബദ്ധതയുടെ കാരണം പാഠപുസ്തകങ്ങളുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുകയായിരുന്നു. ഇതിൽ പരം ഒരു കെടുകാര്യസ്ഥയുണ്ടോ? നോക്കൂ, 2016 ശേഷമുള്ള നമ്മുടെ കേരളം, ഇപ്പോഴത്തെ കേരളം. ഇപ്പോ മാർച്ച് മാസം സ്കൂൾ അടയാണല്ലോ. പിന്നെ ജൂണിലാണല്ലോ സ്കൂൾ തുറക്കുന്നത്. മാർച്ചിൽ സ്കൂൾ അടയുമ്പോൾ തന്നെ ജൂണിൽ പോയി ചേരേണ്ട ക്ലാസിന്റെ പുസ്തകം കിട്ടുകയല്ലേ കയ്യിൽ? അതല്ലേ മാറ്റം? എന്തുകൊണ്ടാണത്? നാടിനോട് പ്രതിബദ്ധത വേണം. ഈ നാട്ടിൽ ഭരിക്കുന്ന ഗവൺമെന്റിന് നാടിനോട് പ്രതിബദ്ധത വേണം. ആ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് നാടിനോട് പ്രതിബദ്ധത വേണം. മറ്റു ചിലത് മാത്രം ആലോചിച്ചാൽ പോരാ. ഞങ്ങളെ ആലോചന ആ വഴിക്ക് പോകുന്നില്ല. അത് ഞങ്ങളുടെ ഒരു കുറവല്ല. ഇപ്പൊ ചിലർ പറയുന്നില്ലേ, ഇത്ര കാലായി ഞങ്ങളിൽ നിന്ന് പുറത്തു നിൽക്കുന്നു. എന്താ വേവലാതി? കുട്ടികൾക്ക് പാഠപുസ്തകം കൊടുക്കേണ്ടതാണോ? സ്കൂളുകൾ നന്നാക്കേണ്ടതാണോ? അല്ല, അവരവരെ കാര്യമാണോ? എന്താണ് അവരെ വേവലാതിപ്പെടുത്തുന്നത്? അതിനുവേണ്ടി തെറ്റായ വികാരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി നോക്കുകയാണ്. ചിലര് പറയുന്നു ഇവിടെ ചിലർ അധികാരത്തിന് പുറത്താണ്. ഇതൊക്കെ പരസ്യമായി പറയാൻ കുറച്ച് വിഷമമുള്ള കാര്യമാണ്. എങ്കിലും അതീവ രഹസ്യമായി പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലതെങ്കിലും പറഞ്ഞു പോകണമല്ലോ. ആർക്കാണ് ഈ പറയുന്ന പ്രയാസം കേരളത്തിലുള്ളത്? ചില മതവിഭാഗങ്ങൾക്ക്. നേരത്തെ MLA ഒക്കെ ആയിരുന്ന ഒരാളുടെ വലിയ പ്രസംഗം പലയിടത്തും ഇപ്പോൾ പരാമർശിക്കപ്പെട്ടല്ലോ. അതില് മതം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും മതവികാരം ഇളക്കി വിടാനാണല്ലോ നോക്കുന്നത്. അവര് അധികാരത്തിന് പുറത്താണ്. അധികാരത്തിന് പുറത്ത് ഞങ്ങൾ നിർത്തിയതല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ചെയ്തിയാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. ജനങ്ങൾ ശരിയായ വിധികർത്താക്കളാണ്. അതിന്റെ ഭാഗമായി നിങ്ങളെ സഹിക്കാനാകില്ല എന്ന് കണ്ട് മാറ്റി നിർത്തിയതാണ്. അതിന് മതവികാരമിളക്കി പരിഹാരം കാണാമെന്ന് വിചാരിക്കേണ്ട. ഇവിടെ മതത്തിനെന്തോ ദോഷം സംഭവിക്കുന്നു പോലും. ഞങ്ങൾക്ക് അല്പം തല ഉയർത്തി തന്നെ പറയാൻ കഴിയും. എല്ലാ മതസ്ഥർക്കും, ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും, ഈ മണ്ണിൽ ജീവിക്കുന്ന സകലമാന പേർക്കും ഒരേപോലെ എല്ലാവിധ കാര്യങ്ങളും ചെയ്ത ഒരു സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. അല്ല എന്ന് ഏതെങ്കിലും ഉദാഹരണം എടുത്ത് പറയാൻ പറ്റുമോ? സ്കൂളിന്റെ അഭിവൃദ്ധി ആരെയാണ് സഹായിക്കുന്നത്? നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെയല്ലേ, പാവപ്പെട്ടവരെയല്ലേ. പൊതുവിദ്യാലയങ്ങൾ അഭിവൃദ്ധിപ്പെടണമെന്ന് ചിന്തിക്കുന്ന നാടിന്റെ നല്ലൊരു ഭാഗം ജനങ്ങളല്ലേ. അവരെല്ലാം വ്യത്യസ്ത മതവിഭാഗങ്ങളിലും ജാതി വിഭാഗങ്ങളിലും പെട്ടവരായിരിക്കുമല്ലോ. അവർക്കെല്ലാം ആനുകൂല്യം ലഭിക്കുകയല്ലേ. ഇതിൻ്റെതായ ആനുകൂല്യം ഒരു ഭേദചിന്തയുമില്ലാതെ അവരെല്ലാം പറ്റുകയല്ലേ. നമ്മുടെ ആരോഗ്യരംഗം, 2016 ആരോഗ്യരംഗം ഒന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു ഗതികേടായിരുന്നു. കേരളത്തിന്റെ ആരോഗ്യരംഗം പ്രശസ്തമായിരുന്നല്ലോ. അതല്ലേ തകർത്ത് കളഞ്ഞിരുന്നത്. ആ തകർന്നിടത്തുനിന്ന് ഇനി ഉയർന്നു വരുമോ എന്ന ആശങ്കയിലായിരുന്നല്ലോ എല്ലാവരും ഉണ്ടായിരുന്നത്. എന്തായി? കേരളം ആർദ്രം മിഷൻ എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. നമ്മുടെ ആരോഗ്യരംഗത്തെ സമ്പൂർണമായി കരുത്തുറ്റതാക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായി സംഭവിച്ച കാര്യം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാനൊന്ന് ഓർമ്മിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങള് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായപ്പോ ചിലര് എന്താ വന്ന മാറ്റം? ചിലർ എന്തല്ല പറയുന്നത്? ഒരു തവണ ഒരു ഇവിടെയുള്ള തൃശ്ശൂരുള്ള ഒരു വലിയ ധനികൻ എന്ന് പറയാൻ, വലിയ വ്യവസായിയാണ്. അദ്ദേഹം ഒരു സംഭാഷണം നടത്തുമ്പോൾ എന്നോട് പറയാണ്, എന്താണ് നമ്മുടെ ആശുപത്രിയിൽ വന്ന മാറ്റം? ഞാനൊക്കെ അവിടെ പോകാനിപ്പം മടിക്കുന്നത് എന്താ ഇയാളിങ്ങനെ ലുബ്ധരായി പോയല്ലോ എന്ന് ആള് പറയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ചികിത്സയല്ലേ ഇപ്പം എല്ലാവരുടെയും ലഭിക്കുന്നത്. ഇതല്ലേ ധനികരായ ആളുകളടക്കം ചിന്തിക്കുന്നത്? പാവപ്പെട്ടവരുടെ ആശുപത്രി മാത്രമല്ലല്ലോ ഇപ്പോ. നേരത്തെ ധർമാശുപത്രി എന്നാണല്ലോ സർക്കാർ ആശുപത്രിയെ പറ്റി പറഞ്ഞിരുന്നത്. പാവപ്പെട്ടവർ മാത്രം പോകുന്നത്. നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വൈകുന്നേരം വരെ അത് പ്രവർത്തിക്കുകയാണല്ലോ. അപ്പോൾ വലിയ
വില പിടിച്ച കാറുകളിൽ അവിടെ എത്തുന്ന ഒരുപാട് രോഗികളെ കാണുന്നതാണല്ലോ. മാറ്റമല്ലേ? താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ വിവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളല്ലേ. ഇപ്പോ നമ്മുടെ വേദിയിലില്ല. നമ്മുടെ വേദിയിൽ ഉണ്ടാകേണ്ട ഒരു നേതാവ് ഒരു തവണ പാലക്കാട് പോയി. പാലക്കാട് പോയപ്പോൾ പെട്ടെന്ന് ഒരു പ്രശ്നം വന്നു. അന്ന് മെഡിക്കൽ കോളേജല്ല, നേരെ ജില്ലാ ആശുപത്രി കൊണ്ടുപോയി. നല്ല പരിചരണം കിട്ടി, കാത്തലാബ് സൗകര്യമടക്കമുണ്ട്. ഇതെല്ലാം അല്ലേ മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങളല്ലേ വന്നിട്ടുള്ളത്. അതെവിടം വരെ എത്തുന്നു? ഏതെല്ലാം അവയവമാറ്റ ശസ്ത്രക്രിയയാണ് ഇപ്പോ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ നടക്കുന്നത്. ജില്ലാ ആശുപത്രി അടക്കം ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നു. കരൾമാറ്റ ശസ്ത്രക്രിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുന്നു, നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ. ഇതൊക്കെ ഒരു ഭാഗത്ത് വന്ന മാറ്റം. ലോകത്തിന്റെ മുന്നിൽ നമ്മൾ നേരത്തെ തന്നെ നവജാത ശിശുമരണ നിരക്ക് കുറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ 2016-21 വീണ്ടും കുറഞ്ഞു, 21 ശേഷം വീണ്ടും കുറഞ്ഞു. ഇപ്പൊ എത്രയായി? 5. 5ന്റെ പ്രാധാന്യം കാണണമെങ്കിൽ ലോകത്തെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ രാഷ്ട്രമാണല്ലോ അമേരിക്ക. അമേരിക്കയിലെ നവജാത ശിശു മരണ നിരക്ക് എത്രയാണെന്ന് നോക്കണം. അത് 5.6. അതായത് അമേരിക്കയെ ഇക്കാര്യത്തിൽ കവച്ചു വെക്കാൻ നമ്മുടെ കൊച്ചു കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് സാധ്യമായി? കോവിഡ് മഹാമാരി. ആ മഹാമാരി പല സമ്പൽ രാഷ്ട്രങ്ങളെയും മുട്ടുകുത്തിച്ചു. നമ്മളെയോ കോവിഡ് മഹാമാരിയുടെ മൂർധന്യ ദശയിൽ പോലും ആരോഗ്യരംഗത്ത് നമ്മളൊരുക്കിയ സൗകര്യങ്ങൾ കവച്ചു നിന്നു. ആ സൗകര്യങ്ങളെ മറികടന്നു പോകാൻ കോവിഡിന് കഴിഞ്ഞില്ല. എല്ലാ ആശുപത്രികളിലും ആവശ്യത്തിന് ബെഡുകൾ ഉണ്ടായിരുന്നു, ICU ബെഡുകൾ ഉണ്ടായിരുന്നു, ഓക്സിജൻ ബെഡുകൾ ഉണ്ടായിരുന്നു. എന്തിനധികം പറയുന്നു, വെന്റിലേറ്ററുകൾ നല്ലതുപോലെ ഒഴിവുണ്ടായിരുന്നു. ആ കാലത്ത് പലയിടത്തും നടന്ന കാര്യമൊക്കെ ഉണ്ടല്ലോ, അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. എങ്ങനെയാണത് വന്നത്? കോവിഡ് വരും എന്ന് കരുതി നമ്മൾ ചെയ്തതല്ല. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ചികിത്സാ സൗകര്യം വേണമെന്ന് കണക്കാക്കി ആരോഗ്യരംഗം മെച്ചപ്പെടുത്തിയതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു മാറ്റം ഉണ്ടായത്. അതല്ലേ വസ്തുത? ഈ മാറ്റം നമ്മുടെ നാട് പൊതുവെ അംഗീകരിക്കുന്ന കാര്യമല്ലേ? ഏതെങ്കിലും പക്ഷഭേദമുണ്ടോ അവിടെ? ഏതെങ്കിലും മതഭേദമുണ്ടോ അവിടെ? ഏതെങ്കിലും ഭേദചിന്തയുണ്ടോ? ജാതിയോ മതമോ മറ്റെന്തെങ്കിലും കാര്യം അവിടെ ബാധകമാകുന്നുണ്ടോ? എല്ലാ മതസ്ഥർക്കും എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയല്ലേ? ഈ സൗകര്യം ലഭിക്കുകയല്ലേ? ആവശ്യമായ ചികിത്സ ലഭ്യമാകുകയല്ലേ? ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ ഇപ്പോ കേരളത്തില്. നേരത്തെ ക്ഷേമ പെൻഷൻ 1600 രൂപ, പിന്നീടത് കഴിഞ്ഞ പ്രഖ്യാപനത്തോടെ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എല്ലാവർക്കും അത് ലഭിക്കുകയല്ലേ? എല്ലാ ജാതി മതസ്ഥർക്കും ലഭിക്കുകയല്ലേ? ഒരു വളരെ വിചിത്രമായ ചില വാദഗതികൾ ഇതിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നത് നമ്മൾ കേട്ടു. ഇതിലെന്താണ് കാര്യം? നാട്ടിലെല്ലാം വിലക്കയറ്റമല്ലേ? ഇപ്പോൾ വില കയറുന്നതിനനുസരിച്ച് പെൻഷന് ലേശം വർദ്ധിക്കണ്ടേ? അത് വർദ്ധിപ്പിച്ചത് മാത്രമല്ലേ? പിന്നെ ഇത് കേരളത്തിൽ മാത്രമല്ലല്ലോ, എല്ലാ ഗവൺമെന്റുകളും ഇങ്ങനെ വർദ്ധിപ്പിക്കുകയല്ലേ? ഈ പാവപ്പെട്ടവർക്ക് ഇതിന്റെ എല്ലാ കണക്കുകളും ഒറ്റയടിക്ക് അവരുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണ്. ഇവിടെ UDF ഏത് കാലത്താണ് പെൻഷൻ വർദ്ധിപ്പിച്ചത്? ആദ്യ പെൻഷൻ കർഷക തൊഴിലാളിക്ക് കൊടുത്ത 45 രൂപയാണല്ലോ. അന്ന് അതിനെ എതിർത്തയാളാണ് കോൺഗ്രസ് നേതാക്കൾ. അതിന്റെ പിന്നാലെ UDF ഗവൺമെന്റ് വന്നപ്പോൾ ഒന്നും വർദ്ധിപ്പിക്കാൻ തയ്യാറായില്ല. പിന്നെ അതിൽ വർധനവ് ചെറിയ തോതിൽ വരുന്നത് LDF സർക്കാരാണ്. ഇതിന്റെ ആകെ കണക്കുകൾ നോക്കിയാൽ നമ്മുടെ കേരളത്തിൽ 1980 ശേഷമാണ് ഈ പെൻഷൻ തുടങ്ങുന്നത്. 2006 മുതൽ 2011 വരെയുള്ള കാലയളവിൽ 500 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ അവസാന ഘട്ടത്തിൽ 600 രൂപയായിട്ട് UDF ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു. അതാണ് അവരുടെ ആകെയുള്ള വർധനവ്. ബാക്കി എല്ലാ വർധനവും LDF ഗവൺമെന്റ് വരുത്തിയതാണ്. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ വർദ്ധിപ്പിച്ച് 600 രൂപ അവർ കൊടുത്തിട്ടില്ല. 2016 ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ പെൻഷൻ കുടിശ്ശിക എത്രയാണെന്ന് നോക്കി. 18 മാസത്തെ കുടിശ്ശിക. അത് മുഴുവൻ കൊടുത്തു തീർക്കാൻ ഞങ്ങളാണ് തീരുമാനിച്ചത്. ഇത് ആദ്യത്തെ ആണോ കുടിശ്ശിക? ഇതിനേക്കാളും കുറവാണല്ലോ നേരത്തെ. 2006 LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 2001 മുതൽ 2006 വരെ ഉണ്ടായിരുന്ന UDF ഗവൺമെന്റ് കുടിശ്ശികയാക്കിയത് 28 മാസത്തെ പണമായിരുന്നു. ആ പണം മുഴുവൻ 2006 LDF ഗവൺമെന്റാണ് കൊടുത്തു തീർത്തത്. എന്ന് പറഞ്ഞാൽ ഈ പെൻഷനോടുള്ള UDFന്റെ സമീപനം അങ്ങേയറ്റം നിഷേധാത്മകം. ആ നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്.
ഇത് തുടരുകയാണെന്ന് നാം കാണണം. ഇപ്പൊ 2016 18 മാസത്തെ കുടിശ്ശികയായിരുന്നുവെങ്കിൽ 2021 നമ്മളൊന്ന് സങ്കല്പിക്കുക, LDF-നല്ല തുടർഭരണം ലഭിച്ചത്. സാധാരണ രീതി അനുസരിച്ച് UDF കിട്ടുന്നു. ആ 2016 മുതൽ 21 വരെ 600 രൂപയിൽ നിന്ന് 1600 രൂപയാക്കിയത്, ആ 1600 രൂപ പെൻഷൻ കൃത്യമായി കൊടുക്കുന്ന നില UDF സ്വീകരിക്കുമായിരുന്നോ? ഇപ്പോ 2026 ഈ 26 ആവുമ്പോഴേക്ക് ഇപ്പൊ അവരായിരുന്നുവെങ്കിൽ എത്ര മാസത്തെ കുടിശ്ശിക ഉണ്ടാകുമായിരുന്നു? ഈ പറയുന്നവര് ആ പണം കൊടുക്കാൻ ആത്മാർത്ഥ കാണിക്കുമായിരുന്നോ? അപ്പോ LDF ആയതുകൊണ്ടാണ് 1600 കൃത്യമായി കൊടുക്കുകയും അതിൽ നിന്ന് വർദ്ധിപ്പിച്ച് 2000 ആക്കുകയും ആ 2000 കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അത് ഏതെങ്കിലും പ്രത്യേക മതവിഭാഗക്കാർക്കാണോ? എല്ലാവർക്കുമല്ലേ? എല്ലാവർക്കും അർഹതയുള്ളവർക്കെല്ലാം അത് ലഭിക്കുകയല്ലേ? എല്ലാ വിഭാഗക്കാരും അതിൽ പെടുമല്ലോ. ഇപ്പോ 35 വയസ്സ് കഴിഞ്ഞ നമ്മുടെ വനിതകള് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച മാസം തോറുള്ള 1000 രൂപ, അതിന്റെ അപേക്ഷകൾ വലിയ തോതിൽ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണിത്. ആ 1000 രൂപ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്കാണോ? എല്ലാ വിഭാഗത്തിലും പെട്ടവർക്കല്ലേ? നമ്മുടെ ചെറുപ്പക്കാർ അതത് തരത്തിലെ കോഴ്സ് കഴിഞ്ഞ് ജോലിക്കുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി ആവശ്യമായ സ്കിൽ നേടാൻ നിൽക്കുന്ന ഘട്ടം. അത്തരം ആളുകൾക്ക് 1000 രൂപ വീതം ആ ചെറുപ്പക്കാർക്ക് നൽകുന്ന ഒരു പദ്ധതി ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഇല്ലേ അത് ലഭിക്കുക? ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിനാണോ? ഈ പറയുന്ന മതവികാരം ഇളക്കാൻ ശ്രമിച്ച ആ കൂട്ടർ അധികാരത്തിലിരുന്ന കാലത്ത് ഇതുപോലെ എന്ത് നടപടി സ്വീകരിച്ചു? എന്താണ് ജനങ്ങൾക്ക് ഉപകാരം കിട്ടിയത്? അധികാരത്തിലില്ലാത്തതിന്റെ വെപ്രാളം നിങ്ങൾക്ക് കാണും, അത് വേറെ, അതിന് മറ്റു വഴിയൊന്നുമില്ല. പക്ഷേ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. നിങ്ങൾ ഇടയ്ക്ക് വിടുന്ന വികാരം എത്രമാത്രം ആപൽക്കരമായതാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ പ്രത്യേകത? ഇപ്പൊ കഴിഞ്ഞ 10 വർഷം നമ്മുടെ നാട് ശാന്തിയും സമാധാനവും നിലകൊള്ളില്ലേ? എന്തൊരു ശാന്തമായ ജീവിതം നയിക്കാൻ പറ്റുന്ന നാടായി നമ്മുടെ നാട് മാറി. ഈ 10 വർഷം ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ കലാപം ഉണ്ടായോ? നമ്മുടെ നാട്ടില് വർഗീയ കലാപം ഉണ്ടായിട്ടില്ലേ? വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ലേ? എത്ര ആളുകളുടെ ജീവൻ ഇവിടെ ബലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് വർഗീയ സംഘർഷത്തിന്റെ ഭാഗമായി? എത്ര പേർക്ക് മാരകമായ പരിക്കേറ്റിട്ടുണ്ട്? വിവിധ ഘട്ടത്തിൽ എത്ര ആളുകൾക്ക് അവരുടെ വസ്തുവകകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, സമ്പാദ്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്, വീടുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. എന്തെല്ലാം നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. അതിനെല്ലാം പൂർണ്ണവിരാമമായില്ലേ? ഈ 10 വർഷം ഏതെങ്കിലും ഒരു പ്രത്യേക അനിഷ്ട സംഭവം വർഗീയ സംഘർഷത്തിന്റെ, വർഗീയ കലാപത്തിന്റെ ഭാഗമായി ഉണ്ടായോ? അതല്ലേ കാണേണ്ടത് നമ്മൾ. എന്തുകൊണ്ടാ? നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകതയുണ്ട്, അത് നിഷേധിക്കേണ്ടതില്ല. എന്നാൽ അതോടൊപ്പം വർഗീയ സംഘർഷം ഉണ്ടായോ, കർക്കശമായ ഇടപെടലുണ്ടാവും. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ വർഗീയ ശക്തികളെ നേരിടും. തല പൊക്കുമ്പോൾ തന്നെ അതിനനുവദിക്കില്ല. ഒരു വർഗീയതയുമായും ചാരി നിൽക്കില്ല, ഒരു വർഗീയതയും സംരക്ഷിക്കില്ല. എല്ലാ വർഗീയതയും നാടിനാപത്താണ് എന്ന് കണ്ടുകൊണ്ടുള്ള നിലപാടാണ്. അതല്ലേ ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ കാരണം? ഇത് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമാണോ? നമ്മുടെ നാടിന്റെ അനുഭവമല്ലേ, ജനങ്ങളുടെ അനുഭവമല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ ഒരു കാര്യം പറഞ്ഞു. ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രതിപക്ഷത്തോട് തന്നെ പറഞ്ഞ കാര്യമാണ്. എൻ്റെ അടുത്ത് വ്യവസായ മന്ത്രി ഒരു വ്യവസായിയെ കൂട്ടി വന്നു. അദ്ദേഹത്തിന് ഒരു ചെറിയ സ്ഥാപനം തുറക്കണോ? ചെറുതല്ല കേട്ടോ. എത്രയാണെന്നറിയോ? 3 ലക്ഷം കോടിയിൽ പരം രൂപ മുതൽ മുടക്കുള്ള സ്ഥാപനമാണ്. അപ്പൊ സ്വാഭാവികമായും ഞാനൊന്ന് അമ്പരന്നു. ഇത് കേൾക്കുന്ന തുക ചെറുതൊന്നുമല്ലല്ലോ, 3 ലക്ഷം കോടിയിൽ പരമല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങള് എന്താണ് കേരളം തെരഞ്ഞെടുക്കാൻ കാരണം? അദ്ദേഹം കേരളീയനല്ല, ഇന്ത്യക്കാരനാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, ഇവിടെയാണ് ഏറ്റവും കമ്മ്യൂണൽ പ്രശ്നം ഇല്ലാത്തൊരു സംസ്ഥാനം, ശാന്തമായൊരു സംസ്ഥാനം. ഇവിടെ സ്ഥിരതയുണ്ട്, ഞങ്ങൾക്കൊരാശങ്കയുമില്ലാതെ മുതൽ മുടക്കാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇതാണ് കേരളം, ഇതാണ് കേരളത്തെ കുറിച്ച് നമ്മുടെ രാജ്യം കാണുന്നത്. എന്തുകൊണ്ടുണ്ടായത്? അത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സമീപനം, വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം. അത് ആലോചിച്ചാൽ മതി, നിങ്ങൾ ജനങ്ങൾ ആലോചിച്ചാൽ മതി.
ഞങ്ങൾക്കല്ലാതെ മറ്റേതെങ്കിലും ഒരു കൂട്ടർക്ക് ഇന്ന് കേരളത്തിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ? നമ്മുടെ BJP-യുടെ ഒരു നേതാവ് ഒരു പ്രതികരണം നടത്തി. അദ്ദേഹം പറയാണ്, ഞങ്ങളും, അതായത് BJP-യും UDF-ഉം തമ്മിലാണ് കേരളത്തിൽ മത്സരം. ഉടനെ മുൻ KPCC ഭാരവാഹി ചാടി വീണു. അദ്ദേഹവും പറഞ്ഞു, ഞങ്ങളും BJP-യും തമ്മിലാണ് മത്സരം. വേറെ സംശയമൊന്നും വേണ്ട കേട്ടോ, എന്തൊക്കെ സംഭവിച്ചു പോയോ എന്നുള്ള സംശയം വേണ്ട. ഇത് ബോധപൂർവമാണ്, അറിയാതെയുള്ളതല്ല. രണ്ടു കൂട്ടരും ജനങ്ങളെ കബളിപ്പിക്കാൻ നോക്കുകയാണ്. അത് നേരത്തെയും ചില ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിലെ LDF-ന്റെ സാന്നിധ്യം ഇവര് നിഷേധിക്കുന്നത് കൊണ്ട് മാത്രം ഇല്ലാതാകുമോ? നമ്മുടെ കഴിഞ്ഞ 10 വർഷക്കാലമായി അധികാരത്തിൽ തുടരുന്ന ഒരു മുന്നണി കേരളത്തിലേ ഇല്ല എന്നൊരു ചിത്രമാണ് ഈ രണ്ടു കൂട്ടരും അവതരിപ്പിക്കാൻ നോക്കുന്നത്. ഇതിലൊരു മാനസിക പൊരുത്തമുണ്ട്. ആ മാനസിക പൊരുത്തത്തിന്റെ വേറൊരു ഭാഗം നാം കാണണം. നമ്മുടെ രാജ്യത്ത് BJP ഉയർത്തുന്ന ആപത്തിനെതിരെ ശക്തമായ പൊതുജനാഭിപ്രായം ഉയർന്നു വരാറുണ്ട്. അത്തരം അഭിപ്രായം ഉയർന്നു വരുന്ന സംസ്ഥാനങ്ങളിൽ അതൊരു പൊതുവായ രൂപവും ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ BJP-യുടെ ഒരു B ടീമായി കോൺഗ്രസ് പലയിടങ്ങളിലും BJP-യെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതാണ്. അതിനുവേണ്ടി സ്വയം കൃതാനർത്ഥമായ നടപടികളും നിലപാടുകളും കോൺഗ്രസ് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് വന്നു. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും ഒറ്റപ്പെട്ടു നിൽക്കുകയായിരുന്നു. ആ ഒറ്റപ്പെട്ടു നിൽക്കുന്ന BJP-ക്ക് ഒരു തരത്തിലും തിരിച്ചു വരാൻ കഴിയില്ല എന്നാണ് എല്ലാവരും കണക്കാക്കിയത്. കോൺഗ്രസ് എന്ത് ചെയ്തു? കോൺഗ്രസ് ഒന്നിച്ചു കൂട്ടാൻ പറ്റുന്ന സമാജ്വാദി പാർട്ടിയെ പോലുള്ളവരെ അടക്കം അകറ്റിക്കളഞ്ഞു. ആരെയും കൂട്ടാൻ തയ്യാറായില്ല. തങ്ങളൊറ്റക്ക് എന്ന നിലപാടെടുത്തു. എന്തായി? BJP തിരിച്ച് അധികാരത്തിൽ വന്നു. BJP-ക്കെതിരെ ശക്തമായ വികാരം ഉയർത്തിയ നടപടികൾ സ്വീകരിച്ച, അതിന്റെ ഭാഗമായി ഭരണം തന്നെ കൈക്കലാക്കിയ AAP എന്ന പാർട്ടി, കെജ്രിവാളിന്റെ നേതൃത്വം. ഇപ്പൊ BJP സ്വാഭാവികമായിട്ട് കെജ്രിവാളിനെ ലക്ഷ്യമിട്ടു. BJP-യുടെ കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികൾ ഉപയോഗിക്കാൻ തുടങ്ങി. അവരുടെ മന്ത്രിസഭയിൽ ഒരു പ്രധാനിയെ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ കോൺഗ്രസ് ഇയാളെയല്ല അറസ്റ്റ് ചെയ്യേണ്ടത് കെജ്രിവാളിനെയാണ്. എങ്ങനെയുണ്ട്? അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് സീറ്റേ ഇല്ല. BJP എങ്ങനെ പരാജയപ്പെടുത്തുമെന്നാണല്ലോ ആലോചിക്കേണ്ടത്. ആലോചനയിൽ കോൺഗ്രസ് കടന്നോ? എങ്ങനെ ആം ആദ്മിയെ പരാജയപ്പെടുത്താം എന്നാണ് നോക്കിയത്. ആർക്കായി ഗുണം? BJP-ക്കായി. എവിടെയൊക്കെ? ഇപ്പോ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ബീഹാറിൽ വലിയ തോതിലുള്ള മുന്നേറ്റം ഉയർന്നു വന്നു. അവിടെ വലിയ തർക്കം. ഇതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെ യോജിച്ച് അന്തരീക്ഷം വരുന്ന എല്ലാ സ്ഥലങ്ങളിലും ആദ്യമേ തന്നെ വലിയ തർക്കം ഉന്നയിക്കും. അന്തരീക്ഷമാകെ വഷളാക്കും. BJP-ക്കെതിരായ പൊതുവികാരം ഉയർന്നു വരേണ്ട സ്ഥാനത്ത് അതിനെ എതിർക്കേണ്ട വിഭാഗങ്ങളെ ചേരിതിരിഞ്ഞ് അഭിപ്രായങ്ങൾ സൃഷ്ടിക്കാൻ നോക്കും. അതിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കും. അതെല്ലാം ആദ്യം ബീഹാറിലുണ്ടായി. സീറ്റുകളുടെ എണ്ണം കൂടണം എന്ന നിർബന്ധം കോൺഗ്രസിന്. അവസാനം യോജിപ്പിന്റെ പ്രാധാന്യം കണക്കാക്കിയായിരിക്കും RJD സമ്മതിച്ചു. എന്തായി? ആ സീറ്റുകളിൽ വളരെ ചുരുക്കം എണ്ണത്തിൽ മാത്രമാണ് ജയിച്ചു വരാൻ കോൺഗ്രസിനായത്. RJD ആയിരുന്നെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ട അവസ്ഥ ഇവിടെ ഉണ്ടാകുമായിരുന്നു. ഇവിടെ മാർക്കായി BJP-ക്കായി. ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് വന്നു. കാശ്മീർ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് യഥാർത്ഥമായ അവകാശവാദം മുന്നോട്ട് വെച്ചു. എന്തായി? സീറ്റ് വളരെ കടുത്ത വിലപേശി വാങ്ങി നഷ്ടപ്പെട്ടു. അവിടെ ഇപ്പോൾ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയായിരിക്കുന്നു. അവരുടെ പാർട്ടിക്കുള്ള സ്വാധീനം കൊണ്ട് ആ ഭൂരിപക്ഷം നേടാനായി. എന്നാൽ നല്ല നിലക്ക് ജയിച്ചു വരുമായിരുന്നു, നല്ല അംഗത്വം ഉണ്ടാകുമായിരുന്നു. അതില്ലാതാക്കി കോൺഗ്രസ്. ഇങ്ങനെ ഏത് സംസ്ഥാനം എടുത്താലും കോൺഗ്രസ് BJP-യുടെ ഒരു B ടീമായി പ്രവർത്തിക്കുകയാണ്. അവർക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിനാവശ്യമായ കളമൊരുക്കി കൊടുക്കുകയാണ്. ഇത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ സംഭവിക്കുന്നത് നമ്മൾ കാണണം. ഇവിടുത്തെ കാര്യം പിന്നെ പറയാനില്ല. എല്ലാ കാര്യങ്ങളും അവർ ഏകോദര സഹോദരങ്ങളായിട്ടാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലായ്പ്പോഴും അതിനനുസൃതമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. നാടിനെതിരെ രണ്ടു കൂട്ടരും ഒന്നിച്ചണിനിരക്കുകയാണ്. കേരളത്തിലെ LDF സർക്കാരിനെതിരെ സ്വീകരിക്കുന്ന നടപടികൾ സംസ്ഥാനത്തെയും ജനങ്ങളെയുമാണ് പ്രതികൂലമായി ബാധിക്കുന്നത്. ആ നടപടി സംസ്ഥാന ദ്രോഹമാണ്, ജനദ്രോഹമാണ്. അതിൽ രസം കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസും ലീഗും. ലീഗ് വലിയ തോതിലുള്ള തെറ്റായ പ്രചരണങ്ങൾക്കാണ്, കള്ളപ്രചരണങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത്. അടുത്ത നാളിലുണ്ടായ ഒരു കാര്യം,
ലീഗ് നേതാക്കന്മാരെല്ലാമുള്ള അസംബ്ലി വേദിയിൽ ഞാൻ ഉദ്ധരിക്കുകയുണ്ടായി. അത് മഞ്ചേരിയിലെ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് കൊണ്ടോട്ടിയിലെ വീട്ടിലേക്ക് പോകുന്ന ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അവരെ ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് കയറാൻ നോക്കുമ്പോൾ ബസ്സിലെ കണ്ടക്ടർ കോഴിക്കോടേക്കുള്ളവരെ ആദ്യം കയറ്റു. അപ്പം അടുത്തിരിക്കുന്ന ഒരു സ്ത്രീ, അവിടെ നിൽക്കുന്ന സ്ത്രീ കുറച്ചൊരു പൊതുകാര്യ പ്രസക്തിയാണ്, അവരതിൽ ഇടപെട്ടു. ഇത് ശരിയല്ല, അവർ ആശുപത്രിയിൽ നിന്നൊക്കെ വരുന്നതാണ്, നിങ്ങളവരെ കയറ്റണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ കയറ്റാൻ തയ്യാറായി. ഇവരും ആ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്, രണ്ടാളും ഒരു സീറ്റിലാണ് ഇരുന്നത്. അപ്പോൾ ചോദിച്ചു, എന്താ എവിടെയായിരുന്നു? ആശുപത്രി പോയതാണ്, ഓപ്പറേഷൻ കഴിഞ്ഞു. എങ്ങനെയുണ്ട് ആശുപത്രി? നല്ല ചികിത്സയാണ്, നല്ല കാര്യങ്ങളൊക്കെയാണ്. ഭക്ഷണമൊക്കെ, ആ ഭക്ഷണം ചില ദിവസം ഇറച്ചിയൊക്കെ ഉണ്ട്, നല്ല ഭക്ഷണമാണ്. അവർ നല്ല വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ അവർക്ക് പെൻഷനുണ്ട്. പെൻഷൻ നേരത്തെ 1600 രൂപയായിരുന്നു, ഇപ്പോൾ 2000 രൂപയുണ്ട്. അപ്പോൾ അതെങ്ങനെയാ വർദ്ധിച്ചതെന്നറിയോ? അതറിയില്ലേ എന്ന് പറഞ്ഞ് ഇവരൊരു ചിരി ചിരിച്ചു. ആര്? ഈ ഓപ്പറേഷൻ കഴിഞ്ഞ സ്ത്രീ, ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. അത് മുഖ്യമന്ത്രി നമ്മളെ സൂചിപ്പിക്കാൻ തന്നതല്ലേ, അതിനുശേഷം നമ്മളെല്ലാം ഇവിടുന്ന് പറഞ്ഞയക്കുകയല്ലേ. അതിനല്ലേ മുഖ്യമന്ത്രി ഇപ്പോൾ SIR തുടങ്ങിയിട്ടുള്ളത്. ആ പാവപ്പെട്ട സ്ത്രീ പറയുകയാണ്. അപ്പം ഈ സ്ത്രീ ചോദിച്ചു, ഇതെവിടുന്നാണ് നിങ്ങൾക്ക് ഈ വിവരം കിട്ടിയത്? അത് എൻ്റെ വീട്ടിൽ വന്ന എന്നെ ആളുകൾ പറഞ്ഞാണ്. അപ്പോൾ അത് ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തുള്ള പ്രചരണമാണ്. നമുക്കറിയാലോ, നമ്മുടെ നാട്ടില് പൗരത്വത്തിന്റെ പ്രശ്നം വന്നപ്പോൾ, പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ നമ്മൾ സ്വീകരിച്ച നിലപാട് ഓർമ്മയില്ലേ? അതിശക്തമായ നിലപാടല്ലേ LDF സ്വീകരിച്ചത്, കേരളം സ്വീകരിച്ചത്, രാജ്യത്ത് ഇടതുപക്ഷം സ്വീകരിച്ചത്. അതില് ഏതെങ്കിലും തരത്തിലുള്ള ശങ്കക്കടിസ്ഥാനമുണ്ടോ? SIRന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തതയാർന്ന നിലപാടാണല്ലോ പൊതുവെ എടുത്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് വോട്ടവകാശം നിഷേധിക്കുന്ന നിലയുണ്ടായിക്കൂടാ. കേരള അസംബ്ലി ഏകണ്ഠമായി പ്രമേയം അംഗീകരിച്ചല്ലോ. തുറന്ന് കേരള ഗവൺമെന്റ് ശക്തമായ നിലപാടെടുത്തല്ലോ. കേസ് പോയല്ലോ. രാജ്യത്ത് എത്ര സംസ്ഥാന ഗവൺമെന്റുകൾ കേസ് പോയി? നോക്കണം, കള്ളപ്രചരണം എങ്ങനെയാണ് നടത്തുന്നത്. നേരെയൊന്നും പറയാനില്ല, നേരെ കാര്യമൊന്നും പറയാനില്ല. അപ്പോൾ പോയി വീടുകളിൽ പോയി SIR കേരള ഗവൺമെന്റും മുഖ്യമന്ത്രിയും കൂടി കൊണ്ടുവന്നതാണ് എന്ന് അങ്ങ് പറഞ്ഞു വിടുകയാണ്. പാവപ്പെട്ടവര് അത് വിശ്വസിച്ച് LDFനോട് എന്തെങ്കിലും മമതയുണ്ടെങ്കിൽ അതില്ലാതായിക്കോട്ടെ എന്നതാണ് കണക്കാക്കുന്നത്. ഇങ്ങനെയുള്ള ഏതെല്ലാം കള്ളപ്രചാര വേലകൾ നടക്കുന്നു എന്നത് നിങ്ങൾ പ്രാദേശികമായി ബന്ധമുള്ളവരാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്. വീടുകളുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് അത് കൂടുതൽ മനസ്സിലാവുക. ഈ കാര്യം നാം എല്ലാവരും ജാഗ്രതയോടെ കാണേണ്ടതായിട്ടുണ്ട്. ഒരു കള്ളങ്ങൾക്കും ഒരു തരത്തിലുള്ള നുണകൾക്കും നമ്മുടെ കേരളത്തിൽ യാഥാർത്ഥ്യങ്ങളുടെ ഭാഗമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കെട്ടിയുയർത്തിയ കോട്ടയെ തകർക്കാനാവില്ല. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ കേവലം ബജറ്റിലൂടെ വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, 90,000 കോടിയിൽ പരം രൂപയുടെ വികസന പദ്ധതികളാണ് കിഫ്ബിയിലൂടെ നാം നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം LDF എന്ന നിലയിൽ ഉണ്ടായതാണ് എന്ന് നാം കാണണം. LDF ആയിരുന്നില്ല ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലമെങ്കിൽ നമ്മുടെ നാടിന് ഇത്തരത്തിൽ ഒരു പുരോഗതി ഉണ്ടാകുമായിരുന്നില്ല. ശാസ്ത്ര മേഖലകളിൽ നാം അസാമാന്യമായ പുരോഗതി നേടിയിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അപൂർവമായ പുരോഗതി നാം നേടിയിരിക്കുന്നു. എടുത്തു പറയത്തക്ക ഒട്ടേറെ നേട്ടങ്ങൾ. എല്ലാറ്റിലേക്കും ഞാനിപ്പോൾ കടക്കുന്നില്ല, ഇപ്പൊ തന്നെ സമയം കുറച്ച് അധികമായി പോയി. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ കാര്യങ്ങൾ നാടിനോട് സംവദിക്കുക എന്നതിൻ്റെ ഭാഗമായാണ് ഈ ജാഥകൾ LDF സംഘടിപ്പിച്ചിട്ടുള്ളത്. നിറഞ്ഞ സന്തോഷത്തോടെ സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ നേതൃത്വത്തിലുള്ള ഈ ജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.